ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. വിദേശത്തൊക്കെയുള്ള നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാവട്ടെ. പിന്നെ കുറേ പേർക്കുള്ള സംശയമാണ് മുടിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന്. സത്യത്തിൽ ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യില്ലേ നമ്മൾ, അയൺ, എന്താ പറയുക, എന്താ അതിന് പറയുക, സ്ട്രെയിറ്റനിങ് അയണില്ലേ, അത് വെച്ചിട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിടാറ്. അപ്പം കുളിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെ ഇത്ര ചുരുണ്ടിട്ടില്ല. ഇത് ഞാനിപ്പോൾ കേൾ ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ ബാന്ന് പറഞ്ഞിട്ട് തേനീച്ച പോലെ കിടക്കും. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ കേൾ ക്രീം ഇട്ടിട്ടുണ്ട്. അപ്പം മുടി ഇങ്ങനെ ഒതുങ്ങിക്കെടുക്കും. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വല്ല ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ ചൂട് കൊടുത്തിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഒരു ലുക്ക് തന്നെയാണ് ഇഷ്ടം. അപ്പം ഇന്ന് മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയ്ക്ക് പോകാം. എപ്പോഴത്തെയും പോലെ തന്നെ എൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് കുറച്ച് എടുക്കുന്നുണ്ട്. ഞാൻ കുളി കഴിഞ്ഞിട്ട് വന്നിരിക്കുക കേട്ടോ. എൻ്റെ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് മുടി ഇങ്ങനെ കെടുക്കണേ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് 2 കൺസീലർ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ലോറിയലിൻ്റെ ഒരു കൺസീലറാട്ടോ, 305 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ അതെടുത്ത് ഞാൻ കുറച്ച് കണ്ണിൻ്റെ ചുവടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാർസിൻ്റെ കൺസീലറാണ്. അപ്പം അത് എടുത്തിട്ട് ചുണ്ടിൻ്റെ ഒരു സൈഡിൽ, ഇന്ന് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 കൺസീലർ വെച്ചിട്ടുള്ള സംഭവം. കുറച്ച് എല്ലായിടത്തും മതി. ഇത് ഏകദേശം ഒരു ഫൗണ്ടേഷൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഷെയ്ഡ് കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. ഈ വെച്ചിട്ട് തന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ ഐസിലേക്ക് കിടക്കാനായിട്ട് പോവാണ്. ഈ ഒരു പാലറ്റ് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ല ഭംഗിയുള്ള കളറാട്ടോ. അപ്പം ഇതിനെ കുറച്ച് ചേരുന്ന രീതിയിലുള്ള കുറച്ച് ഐ ഷാഡോസ് ഇതിനകത്തുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. പിന്നെ ഇതേ ഈ ഒരു ഷെയ്ഡ്, ഇത് രണ്ടും കൂടിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. കാജൽ എടുക്കുന്നുണ്ട്. ഒരു സ്മോക്കി ഐ ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. ഈ ഡ്രസ്സിന് ഭംഗി ഉണ്ടാവില്ലേ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് സ്മോക്കി ഐസൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. കണ്ണെന്നെ ഞാൻ എഴുതാറില്ല, പ്രത്യേകിച്ചും മുകളിൽ. പൊന്നുൻ്റെ കല്യാണത്തിന് സമയത്ത് തോന്നുന്നുണ്ട് ഞാൻ സ്മോക്കി ഐസ് ലാസ്റ്റ് ചെയ്തേ. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. എത്ര കാലത്തിന് ശേഷമാണ് ഇപ്പം ചെയ്യണേ. അവളെ കുട്ടിക്ക് തന്നെ 4 വയസ്സ് ആയി തോന്നുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. കാരണം എനിക്ക് മേക്കപ്പ് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും സ്യൂട്ട് ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നില്ലേ. അപ്പോൾ പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ, മേക്കപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. മേക്കപ്പ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ബ്ലഷിന് വേണ്ടിയിട്ട് മാർസിൻ്റെ ഈ ഒരു ബ്ലഷ് എടുക്കാം. ഇതിരി കുറച്ച് മതി. ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ചും എനിക്ക് ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ചേരണ പോലെ തോന്നിയിട്ടില്ല. എന്താ അറിയില്ല കേട്ടോ. ഞാൻ ബാക്കി എല്ലാവരും ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കണ നല്ലൊരു ഹെൽത്തി ലുക്കൊക്കെ അല്ലേ, ഭയങ്കര ഗ്ലോ, എനിക്കത് ഉണ്ടാവുകയില്ല. എനിക്കത് ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും എന്തോ ഒരു വേറെ ലുക്കാണ്. അതെനിക്ക് അറിയില്ല. ഞാൻ പലതരം ബ്ലഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ഇത് 2 ഡോട്ട് ഇത് എവിടെ ഇട്ടു കേട്ടോ, അതുപോലെ 2 ഡോട്ട് ഇപ്പുറത്തും. അത് മതി. കാരണം പറഞ്ഞില്ല, എനിക്ക് ഈ സംഭവം ഒട്ടും ചേരില്ല. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇത് ലിപ്സ്റ്റിക് അല്ല, ലിപ് ഗ്ലോസ് ആണ് മാർസിൻ്റെ. നല്ലൊരു കുഴപ്പമില്ല, ചേരുന്നുണ്ട് തോന്നുന്നു കേട്ടോ ഡ്രസ്സിന്. പിന്നെ ഇത് ഈ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ, ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ലിപ്പിൻ്റെ പരിപാടി ചെയ്യാൻ പോണേ. ഇതിനൊരു മരുന്നിൻ്റെ സ്മെല്ലായിട്ട് നമ്മൾ കുട്ടികളുടെ
കഫക്കെട്ടിൻ്റെ മരുന്നുണ്ടാവില്ലേ, ടോണിക് സിറപ്പ്, അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ കമ്മലൊന്നും മാറ്റാനില്ല കേട്ടോ, എനിക്ക് അഴിച്ച് മാറ്റാനുള്ള മടിക്ക്. എങ്ങനെയുണ്ട് പറയട്ടോ.